ദുരന്തഭൂമിയായ വയനാട്ടിൽ വീട് വെച്ച് നൽകുന്നതിന് വ്യാപാരി വ്യവസായ സമിതി കട്ടപ്പന യൂണിറ്റ് സമാഹരിച്ച തുക സമിതി ജില്ലാ സെക്രട്ടറി ഏറ്റുവാങ്ങി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന. വയനാടിന് ഒരു കൈത്താങ് എന്ന പേരിൽ വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റി 14 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ദുരന്തഭൂമിയായ വയനാടിന് ഒരു കൈത്താങ് എന്ന പേരിലാണ് വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 14 വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ജില്ലയിൽ നിന്നും ഒരു വീട് എന്ന ക്രമത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിനായി സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരികളിൽ നിന്നുമാണ് പണം സമാഹരിക്കുന്നത്. കട്ടപ്പന യൂണിറ്റ് വിവിധ ദിവസങ്ങളിലായി നടത്തിയ പണസമാഹരണത്തിലൂടെ ലഭിച്ച തുക സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേലിന് കൈമാറി. ജില്ലയിൽ ആദ്യം പണം സമാഹരിച്ച് കൈമാറിയ യൂണിറ്റാണ് കട്ടപ്പന. വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാപാരികളെ സമീപിക്കുമ്പോൾ പൂർണ്ണ പിന്തുണയാണ് കട്ടപ്പനയിലെ വ്യാപാരി സമൂഹം നൽകുന്നതെന്നും സാജൻ കുന്നേൽ പറഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് സംഭവിച്ചത്. ഞങ്ങൾ വ്യാപാരി വ്യവസായി സമിതി വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ മരണപ്പെട്ട എല്ലാ സഹോദരങ്ങളുടെയും ആത്മാക്കളുടെ മുമ്പിൽ സ്മരണാഞ്ജലി അർപ്പിക്കുകയാണ്. ആ വലിയ ദുരന്തത്തിൽ സംഘടനാ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് അവിടെ ഒരു ജില്ലാ കമ്മിറ്റി മിനിമം ഒരു വീട് എന്നുള്ള നിലയിലൊരു തീരുമാനമെടുത്തുകൊണ്ടാണ് പ്രവർത്തിച്ച് അതിൻ്റെ ഫണ്ട് സമാഹരിച്ചത്. കട്ടപ്പന യൂണിറ്റിൽ വ്യാപാര സമിതിയോട് അകമഴിഞ്ഞ സഹകരണമാണ് തന്നത്. ഇടുക്കി ജില്ലയിലുടനീളം ഈ കൈത്താങ്ങലിന്, വയനാടിനൊരു കൈത്താങ്ങ് എന്നുള്ള ആ ഒരു സന്ദേശം വ്യാപാരി സമിതി ഏറ്റെടുത്തത്. ഈ പൊതുസമൂഹവും അത് വലിയ അംഗീകാരമാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് കട്ടപ്പനയിൽ ശ്രീ മജീഷിൻ്റെയും കുഞ്ഞുമോൻ്റെയും അയ്യപ്പൻകുട്ടിയുടെയും ആൽവിൻ തോമസിൻ്റെയും നേതൃത്വത്തിൽ സമാഹരിച്ച ഫണ്ട് ഈ അവസരത്തിൽ മജീഷിൽ നിന്ന് ഏറ്റുവാങ്ങുകയാണ്. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ യൂണിറ്റ് എന്നുള്ള നിലയിൽ കട്ടപ്പനയിലെ യൂണിറ്റ് സമാഹരിച്ച ഫണ്ട് വളരെ സന്തോഷത്തോടും അഭിമാനത്തോടു കൂടിയും ഏറ്റുവാങ്ങും. യോഗത്തോടനുബന്ധിച്ച് വ്യാപാരി വ്യവസായ സമിതി കട്ടപ്പന യൂണിറ്റിന്റെ സെക്രട്ടറിയായി GS ഷിനോജ്, കട്ടപ്പന ഏരിയ പ്രസിഡന്റായി MR അയ്യപ്പൻകുട്ടി, ഏരിയ ട്രഷററായി ആൽവിൻ തോമസ് എന്നിവരെയും തെരഞ്ഞെടുത്തു. സംഘടനയിൽ വനിതാ പ്രതിനിധിയായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് SR ശോഭനയെയും തെരഞ്ഞെടുത്തു. യോഗത്തിന് സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ്, PJ കുഞ്ഞുമോൻ, PK സജീവൻ, M ജഹാംഗീർ, റജികുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല. എല്ലാ മരുന്നുകൾക്കും 10 മുതൽ 60% വരെ വിലക്കുറവ്. ബേബി കെയർ, പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം. കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം. ഹോം ഡെലിവറി സൗകര്യം. വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ. ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന.